ഇന്ന് രാത്രി മറന്നു പോകരുത്. നമുക്കിതിനപ്പുറത്തേക്ക് പോകാനുള്ള വിളിയാണുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും, ഇവിടെ ബഹുനില കെട്ടിടം വെച്ചില്ലെങ്കിലും അതെല്ലാം കർത്താവ് തരട്ടെ, അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ, മക്കളുടെ നന്മ കാണട്ടെ. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയം ഉയരേണ്ടത് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലവും ചപ്പും ചവറുമെന്നെണ്ണുന്നു. ദൈവം തന്ന നന്മകളെക്കാൾ ദാതാവിനെ സ്നേഹിക്കാൻ, അവന്റെ പാതയ്ക്കകത്ത് നടക്കാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. വചനം പറയുന്നു, ആ സംഘമാണ് ഒടുവിലത്തെ ചോദ്യം വിളിച്ചു പറയേണ്ടത്. ഈ പ്രത്യാശ അകത്ത് പ്രാപിച്ചവരാണ് പറയേണ്ടത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ലോകത്തെ സ്നേഹിക്കാത്ത ഒരു കൂട്ടമായി മാറട്ടെ നമ്മൾ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളെ വിളിച്ചിരിക്കുന്ന പ്രിയരെ, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ ആവർത്തിക്കാം. ഒരുപക്ഷേ നമ്മുടെ യാത്രകൾ അന്ത്യയാത്രയായാൽ, നമ്മുടെ അത്താഴം അന്ത്യത്താഴമായാൽ, നമ്മുടെ കിടക്ക മരണക്കിടക്കയായാൽ, ഈ രാത്രി നമ്മുടെ ആയുസ് ഈ മണ്ണിനോട് വിട പറഞ്ഞാൽ, ഇന്ന് രാത്രി പ്രത്യാശയോടെ മടങ്ങാവൂ. വിശുദ്ധന്മാരുടെ കല്ലറ തുറക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിൽ എനിക്കും കാണണം. ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇവിടുത്തെ ഭൗമിക നന്മയെ കുറിച്ചല്ല സുവിശേഷം, നിത്യജീവന്റെ വചനമാണ് സുവിശേഷം. ഞങ്ങൾ വിളിക്കുന്നത് ഭൗതികത്തിലേക്കല്ല, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിളിക്കുന്നത് നിത്യജീവനിലേക്കാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വരിക്കോളിയോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ?